ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അത്രയ്ക്കും പൂർത്തിയായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കരുതാമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ ഞാൻ ഒരു ദോശ ഉണ്ടാക്കി. ഒരു ദോശയല്ല, ദോശ ഞാൻ തന്നെ ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് ദോശയും സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്നി ഉണ്ടായിരുന്നു, പക്ഷെ ചട്നി അവൾക്ക് ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ ഒരു ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഫാമിലി ആയിട്ടൊന്ന് കൂടാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൗസ് ബോട്ടിങ്ങിന് പോകാമെന്നൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം ഞങ്ങൾ ആദ്യം പോയത് അമ്മ വീട്ടിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആദ്യം കണ്ടത് കുറേ ചീഞ്ഞ മാങ്ങകളായിരുന്നു. അപ്പോൾ ഓടിച്ചെന്ന് എൻ്റെ ആൻറ്റിയും എൻ്റെ അമ്മയും കൂടിയിട്ട് മാങ്ങ നല്ലതുണ്ടോയെന്നൊക്കെയാണ് നോക്കിയത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഒരെണ്ണം കിട്ടിയുള്ളൂ എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് അമ്മയുടെ ഫാമിലിയും ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ആനമാവായിരുന്നു. ആനമാവ് ഹൗസ് ബോട്ടിങ്. ശരിക്കും പറഞ്ഞാൽ നല്ല സീനറിയൊക്കെ ആയിരുന്നു, നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ചുറ്റുപാടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആകെ സ്പെൻഡ് ചെയ്തത് 2-3 മണിക്കൂറാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ തന്നെ പറഞ്ഞു, ടൂറല്ല, ജസ്റ്റ് ഒന്ന് കൂടൽ, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും ഹൗസ് ബോട്ടിൽ കയറി. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങിയത് ഞങ്ങൾ തീറ്റി ആയിരുന്നു. അത് നമ്മൾ വിടില്ലല്ലോ, ഞങ്ങൾ ആരും അങ്ങനെ വിടില്ല. കാരണം ഞങ്ങൾ എല്ലാവരും തിന്നാൻ വേണ്ടി മാത്രം കയറിയ പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഡാൻസായി. അത് എൻ്റെ മോളും പിന്നെ എൻ്റെ കസിനും കൂടിയിട്ടായിരുന്നു. അപ്പോൾ അവളായിരുന്നു അതിൽ ചെറിയ കുട്ടി, ബാക്കി എല്ലാവരും വലിയ കുട്ടികളൊക്കെ ആയിരുന്നു, കസിൻസൊക്കെ. പിന്നെ അവർക്ക് ചേട്ടന്മാരും ചേച്ചിമാരും ഇഷ്ടമായത് കൊണ്ട് അവരോടൊപ്പം ഇരിപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ അടിച്ച് പൊളിച്ച്, ശരിക്കും പറഞ്ഞാൽ കസിൻസൊക്കെ കൂടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഇരുന്നത് മുകളിലായിരുന്നു. താഴെ അങ്കിൾമാരൊക്കെ ആയിരുന്നു ഇരുന്നത്. മുകളിൽ ഞങ്ങൾ ബാക്കി പിള്ളേർ സെറ്റും ആൻറ്റിമാരൊക്കെ ആയിരുന്നു ഇരുന്നത്. കൂടുതൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് മുകളിലായിരുന്നു. കാരണം മുകളിലാണെങ്കിൽ നല്ല സൈറ്റും കാര്യങ്ങളൊക്കെ കാണാം, താഴെ അത്രയ്ക്കും കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പയുടെ ചേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, 50ാമത്തെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി MCP കൺവെൻഷൻ സെൻ്ററിലാണ് പോയത്. അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ കേക്ക് മുറിക്കലും പിന്നെ അവിടെയും എൻ്റെ കസിൻ ഉണ്ടായിരുന്നതുകൊണ്ട് കസിൻസും പിള്ളേരൊക്കെ ആയിട്ട് എൻ്റെ മോൾ ഭയങ്കര കളിയും ബഹളമായിരുന്നു. ആദ്യം പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളങ്ങനെ കൂടി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക.